ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കീഴടങ്ങുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ഉള്ള പ്രശ്നം ഒത്തുതീർപ്പിലെത്തുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കീഴടങ്ങുവാൻ ഉള്ള മനസ്സില്ലായ്മയാണ്. പലയിടത്തും പല ചർച്ചകളും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കീഴടങ്ങുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ക്ഷമിക്കണം എന്നൊരു വാക്ക് പറയുവാൻ പലർക്കും വലിയ പ്രയാസം തന്നെയാണ്. ആ വാക്കിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എത്ര മനോഹരമാണ്. എന്നാൽ സ്വയത്തിന് കീഴടങ്ങാത്ത ഒരു വ്യക്തിക്കും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാൻ കഴിയില്ല. സ്വയം എപ്പോഴും മനുഷ്യനിൽ ശക്തിപ്പെട്ടാണ് നിൽക്കുന്നത്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലപാടിൽ എല്ലാവരും ഉറച്ചു നിൽക്കുമ്പോൾ ആർക്കും കീഴടങ്ങുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും അഴിയാക്കുരുക്കുകളായിട്ട് എന്നും നിലനിൽക്കുകയാണ്. ക്ഷമിക്കണം എന്ന ഒരു വ്യക്തി അപരനോട് പറയുന്നത് വരെ പ്രശ്നം നിലനിൽക്കും. അല്ലെങ്കിൽ നാം ദൈവത്തിന് കീഴടങ്ങുന്നത് വരെ വ്യക്തികൾ തമ്മിലും സഭകൾ തമ്മിലും പരസ്പരം ഉള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിന് നാം കീഴടങ്ങണം എന്നുള്ളത്. ഒരു ഫാക്ടറി ഒരു മനുഷ്യൻ ആരംഭിച്ചതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് പണം മുടക്കി ദീർഘനാളുകൾ ആഗ്രഹിച്ച് അയാൾ ആരംഭിച്ചതാണ് ആ ഫാക്ടറി. എന്നാൽ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ആ ഫാക്ടറി ഏകദേശം 1-1.5 വർഷക്കാലം പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. 2 തൊഴിലാളികൾ തമ്മിലുള്ള പ്രശ്നമാണ്. മേലുദ്യോഗസ്ഥനോട് മോശമായി മറ്റൊരാൾ പെരുമാറിയപ്പോൾ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അയാളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മറ്റുള്ളവർ സമരം ആരംഭിച്ചത്. കീഴടങ്ങുവാൻ പരസ്പരം തയ്യാറല്ലാത്തതുകൊണ്ട് വലിയ നഷ്ടമാണ് ആ മനുഷ്യന് ഉണ്ടായത്. സ്വയത്തിന് മരിക്കുക, അതാണ് ദൈവത്തിന് കീഴടങ്ങുക എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് കീഴടങ്ങാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയുകയില്ല. സ്വയത്തിന് കീഴടങ്ങിക്കൊണ്ട് സ്വയത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് മരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുന്നു. പിശാചിനോട് പലരും എതിർക്കുന്നുണ്ട്. എന്നാൽ സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ നാം നമ്മുടെ സ്വയത്തിന് കീഴടങ്ങേണ്ടത് എത്രമാത്രം അത്യാവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നാം ദൈവത്തിന് യഥാർത്ഥമായിട്ട് കീഴടങ്ങുന്നത് വരെ നമ്മുടെ ആത്മാവിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ സ്വയം ആണ് നമ്മളിൽ ശക്തിപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ ആരെങ്കിലും നമ്മെ വിമർശിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ പരിഗണിക്കാതിരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ നാം അസ്വസ്ഥരാകും. കാരണം സ്വയകേന്ദ്രീകൃതമായൊരു ജീവിതം നാം നയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വരുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത്.
അവൻ്റെ ആത്മാവിന് ഒരിക്കലും സ്വസ്ഥത ലഭിക്കുന്നില്ല. കാരണം അവൻ സ്വയത്തിന് മരിച്ചിട്ടില്ല. സ്വയം അവൻ്റെ ഉള്ളിൽ ശക്തിപ്പെട്ട് നിൽക്കുകയാണ്. ദൈവത്തിന് കീഴടങ്ങുവീൻ എന്നുള്ള വചനം ആരൊക്കെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് മാത്രമാണ് ഈ സ്വസ്ഥത അനുഭവിച്ച് പിശാചിനോട് എതിർത്ത് നിന്ന് അവനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വയ കേന്ദ്രീകൃതമായ ജീവിതത്തോട് നമുക്ക് വിട പറയാം. നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ സമർപ്പിച്ചു കൊടുക്കുക. സ്വർഗസ്ഥ പിതാവേ, ദൈവത്തിന് കീഴടങ്ങുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത് കൊണ്ട് സ്തോത്രം. സ്വയം ശക്തിപ്പെട്ട് നിൽക്കുന്ന കാലത്തോളം പലർക്കും അത് അസാധ്യമാണ് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് സ്വയത്തിന് മരിക്കുവാൻ, അങ്ങനെ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരനുഭവത്തിലേക്ക് വരുവാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.